പ്രതിസന്ധികളുടെ നടുവിൽ ഒരുമനപ്പെട്ട് ആര് പ്രാർത്ഥിച്ചാലും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ശക്തിയുണ്ട്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ അവരിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ ദേവാലയ ഗോപുരത്തിങ്കൽ ഇരുന്ന മുടന്തനെ സൗഖ്യമാക്കിയ ശേഷം യഹൂദ പ്രമാണികളും യഹൂദ മത നേതാക്കന്മാരുമൊക്കെ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന പത്രോസിനും യോഹന്നാനും എതിരായിട്ട് തിരിയുകയും ജനത്തിൻ്റെ ഇടയിൽ വലിയ കലഹങ്ങൾ ഉണ്ടാക്കി അവരെ തർജ്ജനം ചെയ്യുകയും അവരെ ശാസിക്കുകയും ഈ നാമത്തിൽ ഇനി ഉപദേശിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യരുത് എന്ന് പറയുമ്പോൾ മനുഷ്യരെക്കാൾ അധികം ദൈവത്തെയാണ് അനുസരിക്കേണ്ടതെന്ന ദൈവിക തത്വം മുറുകെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ ശുശ്രൂഷകൾ തുടർന്നു പോകുന്ന പത്രോസിനെയും യോഹന്നാനെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരെ ഇങ്ങനെ ശാസിച്ചെന്നും തർജ്ജനം ചെയ്തെന്നും ഒക്കെ കേട്ട അവിടുത്തെ ക്രിസ്തുഭക്തരായ ദൈവജനം അവരൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. 2-ാം സങ്കീർത്തനമൊക്കെ ഉരുവിട്ടുകൊണ്ട് അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. വളരെ ശക്തമായ പ്രാർത്ഥനയിൽ ആണ് നാം ആദ്യം ചിന്തിച്ച വേദഭാഗം കാണുവാനായിട്ട് കഴിയുന്നത്. അവരിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങി. വലിയൊരു ദൈവപ്രവൃത്തി അവിടെ നടന്നു. ആ പ്രതിസന്ധികളിൽ അതിനെ തരണം ചെയ്യുവാൻ അവർക്കൊരു ധൈര്യം ലഭിച്ച, ശക്തി ലഭിച്ച ഒരു അനുഭവമായിരുന്നു. അവിടെ താഴോട്ടൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. മരണത്തെ ഭയമില്ലാതെ, പ്രതിസന്ധികളെ ഭയമില്ലാതെ, അവിടെ അവരുടെ വിശ്വാസത്തെ, ശുശ്രൂഷകളെ ചോദ്യം ചെയ്യുന്ന ഒരു ശക്തിയെയും ഭയപ്പെടാതെ അവർ ധൈര്യപൂർവ്വം ദൈവവചനം പ്രസംഗിച്ചതായിട്ട്, ദൈവത്തെ ആരാധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രതിസന്ധികളുടെ നടുവിൽ ഒരുമനപ്പെട്ട് ആര് പ്രാർത്ഥിച്ചാലും, ഒരുമിച്ച് ചേർന്ന് കരം കോർത്ത് പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലെല്ലാം വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് കരം കോർത്ത് പ്രാർത്ഥിക്കുവാൻ, ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുവാൻ, അതൊരു കുടുംബത്തിലാകട്ടെ, ഒരു സഭയിലാകട്ടെ, ഒരു ടീമിലാകട്ടെ, ഒരു കൂട്ടായ്മയിലാകട്ടെ, അത്തരത്തിൽ ഒരുമിച്ച് ഒരു മനസ്സോടെ ആ വിഷയത്തിന് വേണ്ടി ജാഗരിക്കുവാൻ തയ്യാറാകുന്ന പ്രിയപ്പെട്ടവർ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം വലിയ ദൈവപ്രവൃത്തികൾ നടക്കും എന്ന് നമുക്ക് ഈ വചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് കരം കോർക്കാം. നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി, സുവിശേഷത്തിനെതിരെ ഉയരുന്ന വെല്ലുവിളികൾക്ക് വേണ്ടി, നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയെ, രാജ്യത്തെയൊക്കെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ഒരുമിച്ച് കരം കോർത്ത് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.